നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. എറണാകുളം അതിരൂപതയിൽ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടക്കാതെ വന്ന സാഹചര്യത്തിൽ സഭയോടൊപ്പം കരുത്തോടെ നിൽക്കുകയും സഭയുടെ ശബ്ദമായി മാറുകയും പ്രവാചക ദൗത്യമേറ്റെടുക്കുകയും ചെയ്ത വന്യ പുരോഹിതനായ ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ നമ്മളിൽ നിന്ന് വിട വാങ്ങിയിരിക്കുകയാണ്. തന്റെ ജീവിതകാലത്ത് ഉടനീളം സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും സഭയുടെ ശബ്ദമായി മാറുകയും പ്രത്യേകിച്ച് എറണാകുളത്ത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സഭയ്ക്കെതിരായിട്ട് വളരെ വലിയ ശക്തിയായിട്ട് അവിടുത്തെ വൈദിക ലോഹ തൊഴിലാളികൾ ഒന്നടങ്കം സഭയ്ക്കെതിരെ പടവെട്ടുമ്പോൾ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും സഭയുടെ ശബ്ദമായി മാറുവാനും ഒറ്റയ്ക്കാണെങ്കിലും സാരമില്ല, ഞാൻ സഭയുടെ കാര്യത്തിൽ സഭ പറയുന്നതേ അനുസരിക്കത്തുള്ളൂ എന്ന് ഒറ്റ ശബ്ദത്തിൽ ഉറച്ച ശബ്ദത്തിൽ പറയുകയും സഭയോടൊപ്പം നിലകൊള്ളുകയും ചെയ്ത ഫാദർ ജോർജ് നെല്ലിശ്ശേരി വിട വാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം എറണാകുളം അതിരൂപത അംഗവും യൂണിവേഴ്സിറ്റി സെന്റർ സെന്റ് ജോൺസ് ഇടവക വികാരിയുമായിരുന്നു. ഇന്നലെ അദ്ദേഹം വിടവാങ്ങി. വോയിസ് ഓഫ് ട്രൂത്തിന് പ്രത്യേകമായി അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. കാരണം വോയിസ് ഓഫ് ട്രൂത്തുമായിട്ടുള്ള നേരിട്ടുള്ള അഭിമുഖത്തില് സഭയുടെ ഇന്നത്തെ അവസ്ഥയെ പറ്റിയും എറണാകുളം അതിരൂപത നേരിടുന്ന വൈദിക ലഹളകളെ പറ്റിയും എറണാകുളം അതിരൂപതയിൽ നടക്കുന്ന സഭാവിരുദ്ധതയെ പറ്റിയും ഒക്കെ വളരെ വാചാലമായി അദ്ദേഹം സംസാരിച്ചതാണ്. വോയിസ് ഓഫ് ട്രൂത്തിനോട് നമ്മൾ അതിനു മുമ്പ് ഇത് പ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ വളരെ സഭാസ്നേഹിയായ ഒരു വൈദികൻ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് ഞങ്ങൾ വളരെ വേദനയോടുകൂടി ഫാദർ ജോർജ് നെല്ലിശ്ശേരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇതോടൊപ്പം അദ്ദേഹം സഭയെ പറ്റി, സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തെ പറ്റി, എറണാകുളത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അവസാനമായി പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പോടുകൂടി ഒരിക്കൽ കൂടി നെല്ലിശ്ശേരി അച്ഛൻ ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ്. ദൈവത്തിന്റെ ആ ശക്തി കൊണ്ട് ഇതൊക്കെ നേടാമെന്നൊരു വിചാരം വേണം. അതുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുക. എന്തുകൊണ്ടാണ് നേടാം എന്ന് പറയുന്നത്? അത് നമുക്ക് കായിക ബലമുള്ളത് കൊണ്ടല്ല, ശരി നമ്മുടെ പക്ഷത്താണെന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ബോധ്യം നമ്മെ തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതനുസരിച്ച് എല്ലാവരും പെരുമാറണം, പ്രതികരിക്കണം എന്നാണ്. വൈദികരാകട്ടെ, മെത്രാന്മാരാകട്ടെ, ആരുമാകട്ടെ, ആ ഒരു ബലത്തിൽ മുന്നോട്ട് പോകണം എന്നാണ്. ജോർജ് നെല്ലിശ്ശേരി, താങ്കള് ഇതുപോലെ വയോവൃദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി തജുർബയുള്ള, ഹിന്ദിയില് തജുർബ എന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. കാര്യം താങ്കളുടെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് ചില ദുരനുഭവങ്ങൾ എറണാകുളത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോയും ഞാൻ കണ്ടു. ആ ഒരു അടിസ്ഥാനത്തിലാണ് എനിക്ക് നെല്ലിശ്ശേരി അച്ഛനോട് ചോദിക്കാനുള്ളത്. സഭയോടൊപ്പം നിന്നത് അല്ലെ സഭയോടൊപ്പം നിൽക്കുന്നത് ഒരു അബദ്ധമായി പോയി, ഞങ്ങളും ഈ വിമതരോടൊപ്പം നിന്നാ മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും അച്ഛന് തോന്നിയിട്ടുണ്ടോ? കാരണം ഇത് പറയാൻ കാരണം, അച്ഛനെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അച്ഛൻ ഈ ഇരുമ്പഴിക്ക് പുറകെ നിൽക്കുന്നതും മുമ്പിൽ കുറച്ച് ആൾക്കാര് വളരെ ജോർജ് അല്ലെങ്കിൽ ഉറക്കെ ഷൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു. അപ്പൊ അച്ഛനെ ഇങ്ങനെ ബന്ദിയാക്കി നിർത്തക്കത്ത രീതിയിൽ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു രീതി കണ്ടത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇതില് ഇങ്ങനെ സഭയോടൊപ്പം നിന്ന് ഈ ഏകീകൃത കുർബാനയൊക്കെ ചെല്ലാമെന്ന് പറഞ്ഞത് ഒരബദ്ധമായി പോയി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ, കാരണം സഭാ നേതൃത്വം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷന്മാര് ഞങ്ങളോട് നിങ്ങൾ ചെല്ലിക്കോ, ഞങ്ങൾ പുറകിലുണ്ട് എന്ന് പറയാൻ ആരും മുന്നോട്ട് വന്ന് തയ്യാറാകുന്നില്ല. ഇപ്പൊ നമ്മള് പൊതുവേലിയിൽ അച്ഛനും പറഞ്ഞ ഏകദേശ ഒരു ആശയം അതൊക്കെയാണ്. അങ്ങനെ ഒരു ധാരണ നെല്ലിശ്ശേരി അച്ഛനുണ്ടോ? അങ്ങനെ ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഈ മെത്രാന്മാരുടെ പിന്തുണ കിട്ടുമെന്ന് വിചാരിച്ചല്ല ഈ നിലപാട് എടുത്തിരിക്കുന്നത്. നമ്മൾ സഭ എന്നുദ്ദേശിക്കുന്ന കുർബാനക്രമം അത് ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ അനുവർത്തിക്കണം എന്നുള്ള ബോധ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിന് എതിർപ്പുകൾ നേരിട്ടു. ഈ അവിടെ എന്നെ ബന്ധിയാക്കിയത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതുപോലെയുള്ള അക്രമോത്സുകമായ പ്രവർത്തനങ്ങൾ മുമ്പ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് മിക്കവാറും അൽമായരാണ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമാണല്ലോ. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ഈ അൽമായരെ പിരികയറ്റി വിടുന്നത്, അവരെ ഇതിനെ പ്രചോദിപ്പിക്കുന്നത്, പിന്നിൽ നിന്ന് തിരിക്കുന്നത് എപ്പോഴും വൈദികരാണ്. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഒരു വൈദികരാണത്. വൈദികർ പറഞ്ഞു വിടുന്നതാണ്. വൈദികർ ഫിസിക്കലി വരാൻ പറ്റത്തില്ല, പറഞ്ഞാൽ ഇഫക്റ്റീവ് ആവില്ല.
അപ്പൊ ഈ ജനം മുഴുവനും ഈ അച്ഛനൊക്കെ എതിരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ചുപേരെ ഇങ്ങനെ വിടും. അത് എനിക്ക് മാത്രം ഉള്ള അനുഭവമല്ല, ഈ ഇവിടെ ഉള്ള എല്ലാ അച്ഛന്മാരുടെ അനുഭവമാണ്. ഇപ്പൊ നമ്മുടെ സെലസ്റ്റിൻ അച്ഛനുണ്ടായി, അല്ലെങ്കിൽ തരിയൻ ഞാടിയത്തച്ഛനുണ്ടായി. ഇവർക്കെല്ലാം ശാരീരികമായ അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലെ അപവാദ പ്രചരണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്, കള്ളക്കേസുകളിൽ കുടുക്കിയിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരുടെ വാദഗതികൾ ശരിയാണെങ്കിൽ, ഇവർക്ക് യുക്തി ഉണ്ടെങ്കിൽ എന്തിനാണ് ഇവര് ശാരീരികമായ ഈ അക്രമങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ ശരിയാണ്. ആദ്യം ഒരു സിനഡാലിറ്റി, ഒരു വാക്കുകൾ എപ്പോഴും ആവർത്തിച്ച സിനഡാലിറ്റി. അതെ അതെ. ഇങ്ങനെ ഓരോന്നും പറയുന്നത് ഇവരുടെ ഇതുവരെയുള്ള ഇവരുടെ പ്രവർത്തന രീതി പരിശോധിച്ച് ഒരു കാര്യം മനസ്സിലാകും. ഇവര് പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങള്, ഞങ്ങളുടെ നിലപാട് സഭയും മാർപ്പാപ്പയും അംഗീകരിക്കണം. ഇവർ ചർച്ച നടത്തണമെന്ന് പറയുന്നു, സിനഡാലിറ്റി വേണമെന്ന് പറയുന്നു, ഞങ്ങളുമായി ഒരു ഡയലോഗ് വേണമെന്ന് പറയുന്നു. ഇതിന്റെ പിന്നിൽ അവര് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങള് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം, മാർപ്പാപ്പയെ അംഗീകരിക്കണം. അത് അംഗീകരിക്കാത്തടത്തോളം കാലം ഞങ്ങൾ വഴങ്ങുകയില്ല. ഇപ്പോഴും പറയുന്ന കാര്യം അത് തന്നെയാണ്. പിന്നെ ഇവർക്ക് മാർപ്പാപ്പയെ ധിക്കരിക്കാനും മാർപ്പാപ്പയെ തെറിയറിയാനും മടിയുള്ളതുകൊണ്ട്, ജനം ക്ഷോഭിക്കും എന്നുള്ളത് കൊണ്ട് ഇവർ മാർപ്പാപ്പയെ എപ്പോഴും മുന്നിൽ നിർത്തുകയാണ്. മാർപ്പാപ്പയെ മുന്നിൽ നിർത്തി ഞങ്ങൾ വേറെ സഭ ഉണ്ടാക്കുന്നത് പറയണേ. ഇവരില്ല, അതും പൂർണ്ണമായിട്ടും ശരിയല്ല വെച്ചു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ വൈദികരുടെ പ്രസ്ബിറ്റേറിയത്തില് നിങ്ങളെ പോലെ സഭയെ അനുകൂലിക്കുന്ന വൈദികർ പങ്കെടുത്ത് കാണത്തില്ല. അതിൽ അവര് തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടമുണ്ട്. അതിൽ 9ാമത്തെ പാരാഗ്രാഫിൽ കൃത്യമായിട്ട് മാർപ്പാപ്പയ്ക്കെതിരായിട്ട് തന്നെ അവർ പറയുന്നത്. കാര്യം മാർപ്പാപ്പ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനർത്ഥം മാർപ്പാപ്പയ്ക്കെതിരെ അവര് മാർപ്പാപ്പയുടെ നിലപാട്, അല്ലെങ്കിൽ മാർപ്പാപ്പ പറയുന്നത് അവരനുസരിക്കുന്നത് വളരെ വ്യക്തമാണ്. പക്ഷെ മാർപ്പാപ്പയെ തള്ളിപ്പറയാതെ എപ്പോഴും ശ്രമിക്കുന്നത് അവർ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭ വേണം, ഇതൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അല്ല, അത് പോസിബിൾ ആണോ അച്ചോ? പോസിബിൾ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരവരെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരായ അധികം ചിന്തിക്കാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം മാർപ്പാപ്പയെതിരെ ഞങ്ങൾ കത്തോലിക്കാ സഭയ്ക്ക് നിന്ന് പിരിഞ്ഞു പോകുന്ന ഞങ്ങൾ വേറെ സഭ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒരു മനുഷ്യനും അവരുടെ കൂടെ പോകില്ല. അപ്പൊ മാർപ്പാപ്പ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ മാർപ്പാപ്പ പറയുന്നത് കേൾക്കുന്നത്, മാർപ്പാപ്പ പറയുന്ന പോലെ ഞങ്ങള് കുർബാനയിൽ നിന്നത് പറയുന്നേ. മനസ്സിലാകുന്നുണ്ടോ? മാർപ്പാപ്പ ജനാഭിമുഖ കുർബാന ചെല്ലുന്നു, ഞങ്ങളും ജനാഭിമുഖ കുർബാന ചെല്ലുന്നു. അവിടെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കലും കളവ് പറയലുമുണ്ട്. വ്യാജ പ്രചാരണം ഇവരുടെ ഒരു എപ്പോഴും ഒരു കർമ്മ പരിപാടിയാണ്, വ്യാജമായിട്ട് ഓരോന്ന് പറയുക. ഇല്ല, അത് പൂർണ്ണമായിട്ടും എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചിന്തിച്ചൊക്കെ? മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന എന്ന് പറഞ്ഞ ആർക്കും അതിനെ ന്യായീകരിക്കാൻ ഒക്കത്തില്ല. കാര്യം മാർപ്പാപ്പ ലത്തീൻ സഭയുടെ പാത്രീസാണ്. ലത്തീൻ സഭയുടെ ആചാരക്രമം അനുസരിച്ച് ജനാഭിമുഖ കുർബാനയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെല്ലുന്നു. എന്നാൽ മാർപ്പാപ്പ ഏതെങ്കിലും പൗരസ്ത്യ സഭകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ അൾത്താരാഭിമുഖ കുർബാനയാണ് മാർപ്പാപ്പ ചെല്ലുന്നത്. അപ്പൊ മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന ഞങ്ങൾ അങ്ങ് ചെല്ലിയേക്കാം, എന്നാൽ ഞങ്ങൾ സീറോ മലബാർ സഭയിലെ നിൽക്കത്തുള്ളൂ, നിങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾ സ്വീകരിക്കത്തില്ല. ആ പറയുന്നത് വത്തിക്കാനും അംഗീകരിക്കത്തില്ല, മാർപ്പാപ്പ. ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഭയ്ക്ക് സാധിക്കുന്നില്ല. അവിടെ പ്രശ്നം ഇത് നടക്കില്ല എന്നും മാർപ്പാപ്പ ഇത് അംഗീകരിക്കില്ല എന്നുള്ളതും, ഇത് സീറോ മലബാർ സഭ പാശ്ചാത്യ സഭ വ്യത്യസ്തമായ സഭയാണെന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാം. പക്ഷെ ഇവർക്ക് ഇവിടെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തിയേ തീരൂ. അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഈ പറഞ്ഞ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇതിനെതിരെ ഔദ്യോഗിക സഭ, എറണാകുളം അതിരൂപതയും സീറോ മലബാർ സഭയും കാര്യങ്ങള് സ്റ്റേറ്റ് ആയിട്ട് വ്യക്തമാക്കാത്തത് എന്താണെന്നെ പറ്റി എനിക്കും അറിയില്ല. ഇവരിങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് കുറച്ചുകൊണ്ട് വ്യക്തമായല്ല ഇതാണ് വസ്തുത എന്ന് പറയാമായിരുന്നു എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അല്ല, അതിന്റെ പുറകില് ഈ നമ്മുടെ വൈദികരുടെ തിയോളജി പഠനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം, സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്ന കാര്യത്തിൽ സഭാ നേതൃത്വം അല്ലെ സഭ പരാജയപ്പെട്ടു എന്ന് നെല്ലിശ്ശേരിയത്തിന് തോന്നുന്നു. എനിക്ക് അതേപ്പറ്റി ഒരു കമന്റ് മാത്രമേ ഉള്ളൂ. ഈ എതിർ പ്രസ്ഥാനത്തിന്റെ, വിമത പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന പലരും ഈ ലാറ്റിൻ സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിച്ചവരാണ്.
എന്റെ ഉറച്ച വിശ്വാസം അവര് ഈ ഓറിയന്റൽ ലിറ്റർജി, ഓറിയന്റൽ തിയോളജി ഇതിനെ പറ്റി കാര്യമായ യാതൊരു അറിവില്ലാത്ത അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. നോക്കിക്കോ, ഇവർ ലീഡേഴ്സിനെ എടുത്ത് നോക്കിക്കോ. അപ്പൊ ഇതേപ്പറ്റി കാര്യമായ വിവരമില്ലാത്തവര് എല്ലാം അറിയാമെന്നുള്ള ഭാവേന ഇതിങ്ങനെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ആ പ്രശ്നത്തിലേക്ക് വരട്ടെ. ഇവരുടെ എപ്പോഴും ചിന്ത ഇതാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം. അപ്പൊ അവര് പറയുന്നത് മാർപ്പാപ്പ അംഗീകരിക്കണമെന്നാണ് ഇവർ എപ്പോഴും സൂചിപ്പിക്കുന്നത്. പറഞ്ഞത് അതാണ്, മാർപ്പാപ്പ പറയുന്നത് കേൾക്കുക, സഭ പറയുന്നത് അനുസരിക്കുക, അങ്ങനെ സഭയോടൊത്ത് ചിന്തിക്കുക എന്നുള്ള ഒരു നിലപാടല്ല അവർ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, മാർപ്പാപ്പ അനുസരിക്കണം എന്നാണ് പച്ചയായിട്ട് പറഞ്ഞാൽ ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് പാഷാണ്ഡതയല്ലോ ആണ്. പക്ഷെ പാഷാണ്ഡം സംബന്ധിച്ചാൽ ആളുകളെ തല്ലും. അതുകൊണ്ട് പാഷണ്ഡതയാണെന്നോ ചീസ്മയാണെന്നോ അവർ പറയില്ല. ഇല്ല, അത് സഭ പറയണ്ട. സഭയുടെ മേലധ്യക്ഷ, സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷന്മാർ, ഇത് പറയേണ്ട മേലധ്യക്ഷന്മാർ എന്തിനാണ് ഇവരെ ഭയപ്പെടുന്നത്? ഈ വിമത ലോഹധാരികളെ ഭയപ്പെടാൻ തക്കവണ്ണം സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ പിറകിൽ എന്താണ് രഹസ്യം? അവരെന്താണ് ഇവരെ ഭയപ്പെടുന്നത്? ഞങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്. അത് ഭയമാണോ, നിസ്സംഗതയാണോ, താല്പര്യക്കുറവാണോ എന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറം എനിക്ക് അതേപ്പറ്റി ഒന്നും പറയാനില്ല. ഒരു നേതൃത്വം നയിക്കണം. നമ്മുടെ ഈ സഭയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു അപകടമാണ്. They are not leading. അവർ നയിക്കപ്പെടുകയാണ്. They are not leaders. Sometimes perhaps they are dealers. അങ്ങനെ ഡീലിംഗ് ഒക്കെ നിർത്തി അവർ ലീഡർഷിപ്പിലേക്ക് വന്നാൽ ഈ സഭ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ അതില് പ്രധാനമായിട്ട് ഈ ഡീലിങ്ങിനെ പറ്റി പറയുമ്പോഴാണ്, ഡീലിംഗ് എന്തിന്റെ ആയിരിക്കാം? ഒരു കാര്യം ഡീല് ചെയ്യുന്ന മനുഷ്യരെ ഡീല് ചെയ്യാനാണ് വൈദികരെ ശരിക്ക് സഭ ആവശ്യപ്പെടുന്നത്. മനുഷ്യരെ ഡീൽ ചെയ്യുക കർത്താവിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവര് ഡീൽ ചെയ്യുന്നത് സാമ്പത്തികമല്ലേ അച്ചു? അപ്പൊ ഇവരുടെ ഈ ഡീലിംഗിന്റെ ഉള്ള അടിസ്ഥാനം സാമ്പത്തിക അധികാരങ്ങള് വൈദികരിൽ നിന്ന് എടുത്തു മാറ്റിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? അത് സാമ്പത്തികം ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്കൊരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ ന്യായാന്യായങ്ങൾ പരിശോധിച്ച് അത് താത്വികമായ വിഷയമുണ്ട്, ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് നിർവചിച്ച് ശരിയുടെ കൂടെ നിൽക്കുക എന്നതാണ് നേതൃത്വം ചെയ്യേണ്ടത്, സഭാ നേതൃത്വം പ്രത്യേകിച്ചും. അതല്ലാതെ അവിടെ ആൾക്കൂട്ടമുണ്ട്, അവരാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് വഴങ്ങിക്കൊടുക്കുക. ഇത് അവർ പറഞ്ഞ് തെറ്റാണെങ്കിലും അവിടെയാണ് ഭൂരിപക്ഷം, അവർ ശക്തരാണെന്ന് പറഞ്ഞ് വഴങ്ങിക്കൊടുക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡീലിംഗ്. അതല്ല ലീഡർ ചെയ്യേണ്ടത്. ലീഡർ വരെ നയിക്കണം. നിങ്ങൾ പറയുന്ന എല്ലാ മക്കളെ ശരി, ഇതാണ് ശരി, നിങ്ങൾ ശരിയിലേക്ക് വരണം, അല്ലാതെ തെറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുതെന്ന് പറയുന്നിടത്താണ് നേതൃത്വം. ആ നേതൃത്വം ഇല്ലാതെ പോകുന്നത് വസ്തുതയാണ്. അല്ല, അവര് നേതൃത്വം അതാണ് ചെയ്യേണ്ടത്. പക്ഷേങ്കില് ഓരോ പ്രാവശ്യവും നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാരണം നമ്മൾക്ക് എല്ലാവരും വേണം. അവര് ബൈബിളിനെയാണ് കോട്ട് ചെയ്യുന്നത്. ബൈബിള് ധൂർത്തപുത്രന്റെ ഉപമ, അല്ലെങ്കിൽ കാണാതെ പോയ നാണയത്തിന്റെ ഉപമ, കാണാതെ പോയ ആടിന്റെ ഉപമ എന്ന് പറയും. ഇവര് കുറച്ചു പേരേ ഉള്ളൂ, പക്ഷെ അവരെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വിട്ടുകളയാൻ ഒക്കത്തില്ല. ആ ഒരു നയം ശരിയാണോ? പറയാം. ഇതാണ് ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ഈ ധൂർത്തപുത്രൻ മുഴുവൻ നോക്കുക. ഈ പിതാവ് അവൻ പന്നി മേയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയില്ല കേട്ടോ. അവൻ എന്താ പറയുന്നത്, അവന് സുബോധമുണ്ടായി എന്നാണ്. ഈ came to his senses and then he returned. തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് കാര്യനിയോഗം സ്വീകരിച്ചത്. അല്ലാതെ അവർ ഈ പന്നിയുടെ കൂട്ടത്തിൽ മതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പിതാവും കൂടെ ചെന്നില്ല. അതുപോലെ ഈ അച്ഛന്മാരുടെ എല്ലാ അരാജകത്വം സൃഷ്ടിച്ച് എല്ലാ വൃത്തികേടിനും കൂട്ടുന്നത് അതിൽ ഏർപ്പെട്ട് കഴിയുന്ന ആ വൈദികരുടെ പിന്നാലെ ചെല്ലുക എല്ലാം നേതൃത്വം ചെയ്യേണ്ടത്. അവരെ മനസ്താപത്തിലേക്ക് കൊണ്ടുവരണം, അവരോട് പിന്തിരിഞ്ഞു വരാൻ പറയണം, സത്യത്തിലേക്ക് തിരിച്ചു വരാൻ പറയണം. അങ്ങനെ നിരന്തരമായി അവരെ സത്യത്തിലേക്കും നന്മയിലേക്കും വിശ്വാസത്തിലേക്കും തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കമ്പാഷനേറ്റ് ആയിട്ട് അവരെ സ്വീകരിക്കുക. അതാണ് ക്രിസ്തുവിനെ ചോദിച്ചത്. അതല്ലാതെ അവരെ എല്ലാ വ്യക്തികളും തോന്നിയാസം ചെയ്തിട്ട് എന്താ ചെയ്യുക, അവരും നമ്മുടെ മക്കളല്ലേ. ഇതൊക്കെ നഷ്ടമില്ലായ്മയാണ്. അത് സുഖമൊന്നുമില്ല, നഷ്ടമില്ലായ്മയാണ്. അപ്പോൾ എറണാകുളത്തെ വൈദികര് പറയുന്നത്, അല്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികര് പറയുന്നത്, ഈ ധൂർത്തപുത്രന്റെ ഉപമയും ഈ നഷ്ടപ്പെട്ട ആടിന്റെ ഉപമയും ഒക്കെ പറയുന്ന മേലധ്യക്ഷന്മാര്
അവരുടെ നട്ടല്ലില്ലായ്മ മറച്ചു വെക്കാൻ കാണിക്കുന്ന ഒരു പൊറാട്ട് നാടകമാണ് ബൈബിളിനെ ഇങ്ങനെ വികലമായി വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ സഭയെ തെറ്റിദ്ധരിപ്പിച്ച് സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ലോക തൊഴിലാളികളെ ഇവരും ഞങ്ങളുടെ മക്കളാണ്, ഇവരെയും ഞങ്ങൾക്ക് കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് അൾത്താര ഉപയോഗിച്ച് ധൂർത്തപുത്രൻ ഉപമ പറയുമ്പോൾ നെല്ലിശ്ശേരിയച്ചൻ പറയുന്നത് ധൂർത്തപുത്രൻ മനസ്താപിച്ച് അവൻ തിരിച്ചു വന്നു, അവന്റെ തെറ്റ് മനസ്സിലായി തിരിച്ചു വന്നവരെയാണ് പിതാവ് സ്വീകരിച്ചത്, അല്ലാതെ പന്നിക്കൂട്ടങ്ങളിൽ പോയി തിരിച്ചെടുത്തുകൊണ്ട് വരിക അല്ല ചെയ്തത്. ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.